السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وصلى الله وسلم على حبيبنا المصطفى محمد صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, പ്രിയപ്പെട്ടവരെ, മോമിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മളെയൊക്കെ അവൻ്റെ അടിമകളായി ജീവിപ്പിച്ച് അവൻ്റെ പൊരുത്തം തൃപ്തിയും വാങ്ങി മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ യജമാനനും ഉടമസ്ഥനും അറ്റമില്ലാത്ത അനുഗ്രഹങ്ങൾ ചെയ്തവനുമായ അള്ളാഹുവുമായി കാണാനും, അള്ളാഹു സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന അള്ളാഹു അവൻ്റെ അടിമകൾക്ക് സലാം പറയുമ്പോൾ ആ പടച്ചവനെ കണ്ട് സലാം വീട്ടാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ഈമാൻ്റെ അടയാളം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യകൂന അല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹു റസൂലും മറ്റെന്തിനേക്കാളും ഇഷ്ടപ്പെട്ടതാവുക എന്നുള്ളതാണ് ഈമാനിൻ്റെ അടയാളം എന്ന് പറഞ്ഞു. ആ മഹബ്ബത്തിൻ്റെ അടയാളം, അള്ളാഹിനോട് ഇഷ്ടം ഉണ്ടാവണമല്ലോ, അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മളിങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പറയുന്നത് ഇമാം ഗസാലി റഹിമഹുല്ലാഹി രേഖപ്പെടുത്തുന്നു. അല്ലാ യതഅസ്സഫ അലാ മാ യഫൂതുഹു മിമ്മാ സിവല്ലാഹ് വയഅളുമു തഅസ്സുഫുഹു അലാ ഫൗതി കുല്ലി സഅത്തിൻ ഖലത് അൻ ദിക്രില്ലാഹി വതഅതിഹി. ഇത് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിൻ്റെ ഒരു അടയാളമാണ്. നമ്മൾ വെറുതെ വാദിച്ചിട്ട് കാര്യമില്ലല്ലോ, അള്ളാഹിനോട് ഇഷ്ടമുണ്ട് എന്നുള്ളത്. അള്ളാഹു എന്ന ആ ഒരു ചിന്തയെ തൊട്ട് നഷ്ടപ്പെടുത്തിയ എന്തൊക്കെ സംഗതികളുണ്ടോ അതിലൊക്കെ ഒരു ഖേദം ഉണ്ടായിരിക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ സ്മരണ, അള്ളാഹുവിൻ്റെ ദിക്റല്ലാതെ ആ ദിക്റ് നഷ്ടപ്പെടുത്തിയ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട സമയമുണ്ടല്ലോ, അള്ളാഹിൻ്റെ ദിക്റില്ലാതെ നഷ്ടപ്പെട്ട, അള്ളാഹുവിൻ്റെ ദിക്റില്ലാതെ കഴിഞ്ഞ സമയമുണ്ടല്ലോ, അശ്രദ്ധയോടുകൂടി കഴിഞ്ഞ സമയം, അതിൻ്റെ പേരിൽ അവന് ഖേദമുണ്ടാവുക. അള്ളാഹിൻ്റെ ദിക്ർ ഒഴിഞ്ഞൊരു സമയം നമുക്ക് ഒരുപാട് ദിവസത്തിൽ സംഭവിക്കുന്നുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ സ്മരണ, അള്ളാഹുവിൻ്റെ ദിക്ർ ഇല്ലാത്ത ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരിൽ അയാൾ ഖേദം, പടച്ചോനെ ഒരുപാട് സമയം അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അള്ളാഹിനെ ഓർക്കാൻ കഴിയാതെ ഓർക്കാത്ത ഒരുപാട് സമയങ്ങളുണ്ടായതിൻ്റെ പേരിൽ, അതിൻ്റെ പേരിൽ സ്വയം കുറ്റപ്പെടുത്തുക, തൗബ ചെയ്യുക, ഈ ഒരു രീതി. ഒരു സൂഫി പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, റബ്ബി ബിഅയ്യി ദംബിൻ ഖതഅതു ബിർറക അന്നി വഅബഅതനി അൻ ഹദറതിക വശഗൽതനി ബിനഫ്സി വബിമുതാബഅതി ശൈത്വാൻ. അല്ലാഹുവേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് നീയുമായിട്ടുള്ള എൻ്റെ ബന്ധം നീ മുറിച്ചത്, നിൻ്റെ സാന്നിധ്യത്തെ തൊട്ട് നീ എന്നെ അകറ്റിയത്. ഞാൻ എൻ്റെ കാര്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ കാര്യം ശൈത്താൻ പറഞ്ഞതിൻ്റെ കാര്യമായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എൻ്റെ ദിക്റില്ലാതെ ഞാനിങ്ങനെ അശ്രദ്ധയിൽ ഒരുപാട് സമയം കഴിഞ്ഞത് ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ്. അതല്ല എങ്കിൽ എന്നെ ഓർക്കാത്തൊരു സമയം എനിക്ക് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതാണ് തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് നമ്മളുടെ മനസ്സ് ഒഴിഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഖേദം ഉണ്ടാകലുണ്ടോ എന്നാണ് ചോദ്യം. പടച്ചോനെ ഓർക്കാത്ത
ഞാൻ ഒരുപാട് അശ്രദ്ധനായിപ്പോയി, കുറേ ദുന്യാവിൻ്റെ ശ്രദ്ധയിൽ വിട്ടുപോയി. അപ്പോൾ ഏത് സമയത്തും അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ് ഒരു മുഹിബിൻ്റെ അടയാളം. ഒരാളൊരാളെ പെണ്ണിനെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ, ഒരു ആണിനെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ അയാളെ മനസ്സിൽ ആ പ്രേമവാചനം എപ്പോഴും ഉണ്ടാവുമല്ലോ. അയാൾ ജോലി ചെയ്യുമ്പോഴും അയാൾ എന്ത് പണിയെടുക്കുകയാണെങ്കിൽ അത് മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ മനസ്സ് വരാത്തത് ഉണ്ടാകും, അത് ശരിയാണ്, സ്വാഭാവികമായിട്ടുണ്ടാകും. അങ്ങനെ ആകുമ്പോൾ നമുക്കതിൻ്റെ പേരിൽ ഖേദവും ദുഃഖവും ഉണ്ടാവാറുണ്ടോ എന്നാണ് ചോദ്യം. അതിലൊരു വിഷമം ഉണ്ടാകാറുണ്ട്. പടച്ചോനെ നിക്കറല്ല മറന്നുപോയി, പടച്ചോനെ ഓർക്കാൻ മറന്നുപോയി. പടച്ചോനെ ഓർക്കാത്ത സമയങ്ങൾ നമ്മുടെ ആയുസ്സിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ പേരിൽ നമുക്കൊരു വിഷമവും ദുഃഖവും ഉണ്ടാവാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിനോട്, എനിക്ക് അള്ളാഹിനോട് മഹബത്തുണ്ടെന്നുള്ളതിനുള്ള തെളിവാണ്. കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമുക്ക് വേറെയും കുറേ വിഷയങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നീട്ടി പരത്തി പറയുന്നില്ല. ഉൾക്കൊള്ളുക, എഴുതി വെക്കുക, എഴുതി വെക്കാൻ പറ്റണമെങ്കിൽ കേട്ടോ. മറ്റൊന്ന് ഇബാദത്ത് ചെയ്യുന്നതിൽ, അള്ളാഹുവിന് ഭയപ്പെടുന്നതിൽ ഭയങ്കര രസം, അതൊരു ഭാരമായി തോന്നാതിരിക്കുക. നിസ്കാരം, ഖുർആനോത്ത്, ദിക്ർ, ഇതൊന്നും മനസ്സിനൊരു ഭാരമാകാതിരിക്കുക. അതിലൊരു രസം, അതിലൊരു റാഹത്ത്, അതിലൊരു സന്തോഷം ഇത് കാണുക. അതങ്ങനെ കിട്ടുമൊന്നുമില്ല, കുറേ ഇബാദത്ത് എടുക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി പറയാണ്, ഒരു ഇമാമ് പറഞ്ഞു, കാബത്തുല്ലൈല 20 സന, 40 കൊല്ലം 20 കൊല്ലം ഒരു രസമില്ലാതെ ഞാൻ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്തു. അതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ 20 കൊല്ലം ഇബാദത്ത് എടുത്തപ്പോൾ സുമ്മ തനഅംതു ബിഹി, പിന്നെ 20 കൊല്ലം ഭയങ്കര രസമായിരുന്നു, ഇബാദത്തിൽ വല്ലാത്ത രസം. അതിപ്പോൾ നമ്മൾ അനുഭവിക്കാത്തതുകൊണ്ട്, നമ്മളത് അനുഭവിക്കാത്തത് കൊണ്ട് നമുക്കത് മനസ്സിലാവില്ല ആ രസം എന്താണ്. നല്ല രസമുള്ള ബിരിയാണി കഴിക്കുന്ന രസം ഇബാദത്തെടുക്കാൻ, നല്ല മധുരമുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുമ്പോഴുള്ള രസം, നല്ല സുഗന്ധം പുരട്ടുമ്പോഴുള്ള സുഖം, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ആസ്വദിക്കലും സുഖിക്കലും, ആ സുഖം ഇബാദത്തിൽ കിട്ടുക. അതിൽ ഭയങ്കര ഉന്മേഷം. ഇമാം ജുനൈദുൽ ബഗ്ദാദി, സൂഫി അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ നേതാവായിട്ട് അറിയപ്പെടുന്ന, ആ കാലഘട്ടത്തിലെ നേതാവും പിൻഗാമികളുടെ ഷെയ്ഖുമായി അറിയപ്പെടുന്ന ഇമാം ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരാൾക്ക് മഹബത്തുണ്ട് എന്നുള്ളതിനുള്ള അടയാളം ദവാമുൻ നശാത്തി വദ്ദഊബി ബിശഹ്വത്തിൻ തഫ്തുറു ബദനുഹു വലാ തഫ്തുറു ഖൽബുഹു. എല്ലാ സമയത്തും ഉന്മേഷം, ചെല്ലാൻ ഉന്മേഷം, ഖുർആൻ ഓതാൻ ഉന്മേഷം, ഇബാദത്ത് ചെയ്യുന്നിടത്ത് ഉന്മേഷം, അതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ്. അവിടെ കുഴക്കമൊന്നും ഉണ്ടാവില്ല, ക്ഷീണമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ റമദാൻ മാസത്തിലൊക്കെ നമുക്ക് വരാൻ പോവാണ്, റമദാനൊക്കെ വരാൻ പോവാണ്, തറാവീഹ് അതൊരു ഭാരം, അതിന് വല്ലാത്ത, അതിലൊരു ക്ഷീണം അവൻ ഉണ്ടാവാതിരിക്കുക. മഅ്ശൂഖ്, ഒരാളെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി എത്ര പണിയെടുക്കാനും അയാൾക്ക് പ്രയാസം ഉണ്ടാവില്ലല്ലോ, അതിനുവേണ്ടി എത്ര ദൂരെ യാത്ര ചെയ്യാനും അയാൾക്ക് പ്രയാസം ഉണ്ടാവില്ലല്ലോ. അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ചെയ്തു കൊടുക്കും. മൊബൈൽ വാങ്ങിക്കൊടുക്കും, റീചാർജ് ചെയ്ത് കൊടുക്കും, ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കും, അതിനുവേണ്ടി എന്ത് ജോലി ചെയ്തിട്ടും പണം ഉണ്ടാക്കും. അതിനൊന്നും ഒരു ക്ഷീണം അയാൾ കാണിക്കൂല. മെഹബൂബിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, തൻ്റെ പ്രേമവാചനത്തിൻ്റെ പ്രേയസിയുടെ ഇഷ്ടത്തിനു വേണ്ടി എത്ര അധ്വാനിക്കുന്നതും യാതൊരു ക്ഷീണം ഉണ്ടാകാത്തതുപോലെ അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ അവന് ക്ഷീണവുമില്ല, കുഴക്കവുമില്ല, കഠിനാധ്വാനമാണ്. മടിയുള്ള ആളായിരിക്കാം, പക്ഷേ ആ മടിയൊക്കെ അള്ളാഹിൻ്റെ ഖിദമത്തിന് വേണ്ടി അവൻ ഉപേക്ഷിക്കും. കാരണം മടിയേക്കാളും, മടി എന്നുള്ളത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ അതിനേക്കാൾ ഇഷ്ടപ്പെട്ട മെഹബൂബിനോടാണെങ്കിൽ ആ മടി ഒഴിവാക്കും. സ്വത്തിനേക്കാൾ ഇഷ്ടം മെഹബൂബിനോടാണെങ്കിൽ ആ മെഹബൂബിന് വേണ്ടി സ്വത്ത് ചിലവഴിക്കും. അങ്ങനെയല്ലേ? ഇനി ഒന്നുകൂടെ പറയാം. അടുത്തത്,
അൻ യകൂന മുശ്ഫിഖൻ അലാ ജമീഅ ഇബാദില്ലാഹി റഹീമൻ ബിഹിം ഷദീദൻ അലാ ജമീഅ അദാഇല്ലാഹി വഅലാ മൻ യഖാരിബു ശൈഅൻ മിമ്മാ യക്റഹുഹു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹിനോട് ഇഷ്ടമുള്ള ആളുകൾ, ഇതൊരു ഭയങ്കര പരീക്ഷണം കേട്ടോ. അള്ളാഹിനോടുള്ള ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞാലൊന്നും പോരാ, അതൊരു അടയാളം കൊണ്ട് തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ മുഴുവൻ അടിമകളോടും അവന് ഇഷ്ടമുള്ളവനും കൃപയുള്ളവനും സ്നേഹമുള്ളവനുമാവുക. റഹീമൻ ബിഹിം, അവനോട് വലിയ അള്ളാഹിൻ്റെ അടിമകളോട് വലിയ കാരുണ്യം. ഷദീദൻ അലാ ജമീഅ അദാഇല്ലാ, അള്ളാഹുവിൻ്റെ ശത്രുക്കളോടും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരോടും അവന് ഭയങ്കര വെറുപ്പ്, അനിഷ്ടം. നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതാണ്, ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടോ? ചില ആൾക്കാരുടെ മനസ്സാകെ കാലിയേക്കാർ ഒന്നും ഉണ്ടാവില്ല. അതുപോരാ, അള്ളാഹിന് ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ ആൾക്കാരോട് ഇഷ്ടം ഇങ്ങോട്ട് വേണം, അവരോട് വലിയ കാരുണ്യം കരുണയും വേണം. അവരെൻ്റെ അയൽവാസിയാണോ എന്ന് ആലോചിക്കൂല, അള്ളാഹിൻ്റെ അടിമ എന്നുള്ള ഒറ്റ കാരണം കേട്ടോ. അയൽവാസി ആയതുകൊണ്ട് വേണമെങ്കിൽ നമ്മൾ അയാളോട് കരുണയും കാരുണ്യവും സ്നേഹമൊക്കെ ഉണ്ടാവും. കുടുംബക്കാരനായതുകൊണ്ട് കരുണയും കാരുണ്യവും സ്നേഹമൊക്കെ ഉണ്ടാവും. സ്നേഹിതനായതുകൊണ്ട് കരുണയും കാരുണ്യവും ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടാവും. മക്കളായതുകൊണ്ടുണ്ടാകും, ഭാര്യ ആയതുകൊണ്ടുണ്ടാകും, ഭർത്താവായത്, അതല്ല പറയണത്. അള്ളാഹ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്ന, അള്ളാഹിനെ മഹബത്ത് ചെയ്യുന്ന അള്ളാഹിൻ്റെ ഒരു അടിമയാണല്ലോ ഇത് എന്ന നിലക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടാവുക. അത് ചിലപ്പം ഭാര്യയാണെങ്കിലും വേണം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അള്ളാഹ്ക്കും വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഭാര്യ എന്ന രീതിയിൽ മാത്രമല്ല, അള്ളാഹിൻ്റെ ഒരാളാണല്ലോ എന്ന രീതിയിൽ നമ്മൾ പ്രത്യേകം ഇഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാർ. തിരിച്ചും എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഇപ്പം മക്കളോട് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ പ്രത്യേക ഇഷ്ടം. മക്കളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, അയൽവാസികളുടെ കൂട്ടത്തിൽ, അയൽവാസി എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് കടമകളും കടപ്പാടുകളുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹിൻ്റെ അടിമയാണ് എന്ന രീതിയിൽ ജീവിക്കുന്ന ആണും പെണ്ണൊക്കെ ഉണ്ടാവില്ലേ, അവരോട് പ്രത്യേകമായൊരു കാരുണ്യവും കരുണയും ഇഷ്ടവും സ്നേഹവും പ്രകടിപ്പിക്കുക. അള്ളാഹിൻ്റെ ശത്രുക്കളോടും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യുന്ന ആൾക്കാരോടും അവന് ഇഷ്ടമില്ലാക്കുക. ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. ഒരു ഫുട്ബോൾ കളിക്കാരനാണ്, അയാൾ എല്ലാ നിലക്കും തോന്നിയ ദിവസം കളിക്കുന്നുണ്ടാവും, കള്ളുടിക്കുന്നുണ്ടാകും, പെണ്ണിൻ്റെ കൂടെ ഉണ്ടാവും, ഇഷ്ടപ്പെട്ട വഴിവിട്ട ജീവിതം നയിക്കായിരിക്കും. അയാൾ ഫുട്ബോളാണ് കളിക്കുന്നു, അയാളങ്ങോട്ട് വല്ലാതെ ഇഷ്ടപ്പെട്ട് അയാളെ ലേബലൊട്ടിച്ച് നടക്കുക. ഇതിൻ്റെ പേരിൽ ഒരു ഇഷ്ടക്കേട്, അള്ളാഹ്ക്ക് ഭയപ്പെടുന്ന ആളല്ലല്ലോ അയാൾ, അള്ളാഹിനോട് ധിക്കാരം കാണിക്കുന്ന ഒരാളാണല്ലോ എന്ന രീതിയിൽ നമുക്കൊരു വെറുപ്പ് നമ്മൾക്ക് അയാളെ മനസ്സിലോട്ട് ഉണ്ടാവണം എന്നർത്ഥം. സിനിമാ നടന്മാരും സിനിമാ നടികളൊക്കെ ഉണ്ടാവുമല്ലോ, പക്ഷേ ഇവരെ കൂട്ടത്തിൽ പരസ്യമായിട്ട് കല്യാണം കഴിക്കാതെ ആണും പെണ്ണുമായിട്ട് കൂടുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും കള്ളുടിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പണിയല്ലേ ചെയ്യുന്നത്. ആ നിലയ്ക്ക് നമുക്കൊരു വെറുപ്പ് മനസ്സിലുണ്ടാവണം. അള്ളാഹിൻ്റെ അടിമകളോട് നമുക്ക് ഇഷ്ടമുണ്ടാകണം. ഇത് അള്ളാഹിനോട് മഹബത്തുണ്ടെന്നുള്ളതിന് തെളിവാണ്. അഷിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും എന്ന പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫത്ഹ് 29-ാമത്തെ ആയത്ത്. അഷിദ്ദാഉ അലൽ കുഫാരി, അള്ളാഹിനോട് നന്ദികേട് കാണിക്കുന്ന ആൾക്കാരോട് അവർക്ക് തീരെ ഇഷ്ടമില്ല, അവർ ഭയങ്കര ഗൗരവക്കാരാണ്. എന്നാൽ അവർ മനസ്സിൽ അവരോട് തീരെ ഇഷ്ടമല്ലാത്തവരാണ്, വെറുപ്പാണ് മനസ്സിൽ. റഹമാഉ ബൈനഹും, അവർക്കിടയിൽ വലിയ കാരുണ്യവും കരുണയുമാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ. നമ്മളിതിപ്പോൾ അങ്ങനെ അല്ലല്ലോ. സംഘടന, നമ്മളെ സംഘടനയാണോ നഷ്ടം, നമ്മളെ സംഘടന അല്ലേ, അയാൾ എത്ര നല്ല ഇബാദത്ത് എടുത്തിട്ടും കാര്യമില്ല, അയാൾ അള്ളാഹിൻ്റെ മുന്നേ എത്ര കുത്തി പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര സദഖ, അത് നമ്മളെ പാർട്ടിയല്ല അറിയും. ആരായി പറയണത്? മുസ്ലിമീങ്ങൾ. എല്ലാ സംഘടനയിലും പാർട്ടിയിലും ഉണ്ടാവുമല്ലോ നല്ല മനുഷ്യന്മാർ. പാർട്ടി മാറിയെന്നേ ഉള്ളൂ. നമ്മളെ മതം സംഘടന അല്ലല്ലോ, ദീനാണല്ലോ. സംഘടനാ ബോധമല്ലല്ലോ വേണ്ടത്, ദീനീ ബോധമല്ലേ വേണ്ടത്. അപ്പോൾ ഏതാണെങ്കിലും, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പല സംഘടനകളും ഇല്ലേ, പക്ഷേ അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ അയാളെ ഇഷ്ടപ്പെടുകയും അയാളോട് ബഹുമാനം കാണിക്കുകയും ചെയ്തേ പറ്റൂ, അപ്പോഴേ മുസ്ലിം ആവുള്ളൂ.
ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ വെറുതെ ഒന്നും അള്ളാഹിൻ്റെ മുഹിബാവില്ല, അള്ളാഹിൻ്റെ ഇഷ്ടക്കാരാവില്ല, അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാവുമെന്ന് ആരും കരുതും വേണ്ട. നമ്മളങ്ങനെയെന്നല്ല പറയുന്നത്, പക്ഷേ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെയാണ്. സ്വന്തം പാർട്ടി സംഘടനയാണെങ്കിൽ നമുക്ക് അള്ളാഹ്ക്ക് ഇബാദത്തെടുത്ത് ഭയപ്പെടുന്ന ആളുകളാണെങ്കിൽ, നമ്മളെ പാർട്ടിപ്പെട്ട ആളാണെങ്കിൽ അയാളെ ഭയങ്കര കാര്യക്കാരം. ഉസ്താദുമാരോടാണെങ്കിൽ അങ്ങനെ തന്നെ. നമ്മളെ സംഘത്തിൽപ്പെട്ട മൂല്യാരാണ് അയാൾ, ഓക്കെ. മറ്റൊരു സംഘടനയിലും ഉണ്ടാവില്ലേ നല്ല നല്ല ഉസ്താദുമാരും അള്ളാഹിനെ ഭയപ്പെടുന്ന ആളുകളും ദുനിയാവ് ആഗ്രഹിക്കാത്ത ആളുകളും അള്ളാഹിന് ഇഷ്ടക്കാരും അവിടെ ഉണ്ടാവില്ലേ. അപ്പോൾ അവരെ നമുക്ക് ആ രീതിയിൽ അവരോട് നമുക്ക് ഇഷ്ടവും ബഹുമാനവും പരിഗണനയും നമ്മുടെ ഹൃദയത്തിലില്ല എങ്കിൽ, നമ്മുടെ സ്വന്തം പാർട്ടിയിലെ ആൾക്കാരോ നമ്മുടെ സംഘത്തിൻ്റെ ആൾക്കാരോ തെറ്റും കൂട്ടായ്മ ചെയ്യുമ്പോൾ നമ്മൾ മിണ്ടാക്കുന്നല്ല, വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും അള്ളാഹിൻ്റെ ഇഷ്ടക്കാരനല്ല, അള്ളാഹു അയാളെയും ഇഷ്ടപ്പെടുന്നില്ല. ഞാനൊരു പ്രത്യേക ആൾക്കാർ ഉദ്ദേശിച്ചിട്ടോ സംഘത്തെ ഉദ്ദേശിച്ചിട്ടൊന്നും പറയുന്നതല്ല കേട്ടോ, സമൂഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ അള്ളാഹിൻ്റെ കാര്യത്തിൽ ആരാക്ഷേപിക്കുന്നു എന്നുള്ള അയാൾ ഭയപ്പെടുന്നില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ അതാരെങ്കിലും അത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അയാൾ അതിനെ വെറുക്കാതിരിക്കൊന്നുമില്ല. അബിഹി വസഫല്ലാഹു അലിയാഹു ഇത് ഖാല അല്ലദീന യക്ലിഫൂന ബിഹുബ്ബി കമാ യഗ്ഫിറു സബിയ്യു ബിശ്ശൈഇ ഔ യഅബൂന ഇലാ ദിക്രി കമാ യഅബുൻ നസ്റു ഇലാ വക്രി വയഗ്ദബൂന ലിമഹാരിമി കമാ യഗ്ദബുൻ നമ്റു ഇദാ ഹറീദ് ഫഇന്നഹു ലാ യബാലി ഖല്ലന്നാസു വകസറു. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും കളിക്കോപ്പിനോട് ഇഷ്ടമുള്ള മാതിരി അള്ളാഹിനോട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. കുട്ടികൾ കളിക്കോപ്പ് ഇഷ്ടപ്പെടുന്നത് പോലെ കുട്ടികൾക്ക് ചില കളിനോടൊക്കെ ഇഷ്ടം ഉണ്ടാവില്ലേ, ഫുട്ബോളോ എന്തൊക്കെ ആവട്ടെ, അന്നതുപോലെ അള്ളാഹിൻ്റെ സ്നേഹത്തിൽ കുടുങ്ങിയ ആൾക്കാരാണ് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ. അവർ എൻ്റെ സ്മരണയെ കാണുന്നവരാണ്. ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി ദേഷ്യം പിടിക്കുന്ന ആൾക്കാരാണ്. ഹറാമ് കണ്ടാൽ അവർക്ക് ദേഷ്യമാണ്. അവിടെ ജനങ്ങൾ കുറഞ്ഞോ കൂടിയോ എന്നുള്ളതൊന്നും, തന്നെ പിൻപറ്റുന്ന ആൾക്കാർ കൂടിയോ കുറഞ്ഞോ എന്നുള്ളതൊന്നും അവർ നോക്കുന്നില്ല. ഒരു കുട്ടിക്ക് ഒരു സാധനത്തിനോട്, ഗസാലിമാൻ പറയാണ്, ഒരു കളിക്കോപ്പിനോട് ഇഷ്ടമുണ്ടെങ്കിലേ ആ കളിക്കോപ്പ് ആ കുട്ടി വിടൂലല്ലോ. വിടുമോ? ഒരു കുട്ടികൾക്ക് പല കളിക്കോപ്പ് ഇഷ്ടമാണ്, പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളിക്കോപ്പ് ഉണ്ടെങ്കിൽ ആ കളിക്കോപ്പ് കുട്ടി കൊണ്ടുനടക്കപ്പെടും. നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാം മെക്കുല്ലഹു ഷുഗല്ല ബുക്കാവ് സിയാഹത്തായുറത് തിരിച്ചു കൊടുക്കുന്നവരെ ആ കുട്ടി ഉറക്കനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഉറങ്ങുന്ന കൂട്ടത്തിന് വസ്ത്രത്തിൻ്റെ കൂടെ പുതപ്പിൻ്റെ ഉള്ളിൽ ആ കളിക്കോപ്പ് ആ കുട്ടി വെക്കും, അല്ലെങ്കിൽ കിടക്കുന്ന കട്ടുമേ കൊണ്ടുവെക്കും. ഉണർന്നു കഴിഞ്ഞാൽ ആ കുട്ടി എന്താ നോക്കുക, എൻ്റെ കളിക്കോപ്പോടെ എന്നാ നോക്കുക. പിന്നെ ആ കളിക്കോപ്പ് ആദ്യം എടുക്കുകയാണ് ചെയ്യുക. അത് കാണാതെ ആയാൽ നേരം മുഴുക്കുമ്പം തന്നെ എൻ്റെ കളിക്കോപ്പ് കാണുന്നില്ല മെച്ചിയെ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടാണ് വരിക. പിന്നെ അവിടെ ഇവിടെയൊക്കെ തിരഞ്ഞ്, അവിടെ ചിലപ്പോൾ അതിനെ കൊണ്ടിട്ടായിരിക്കും, തിരഞ്ഞ് കിട്ടുമ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് വല്ലാത്തൊരു ചിരി ഉണ്ടാവും. ആ കിട്ടി എന്നുള്ള ചിരി. തരൂല എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിയാൽ ആ കുട്ടി ദേഷ്യം പിടിക്കും. ചില കുട്ടികളൊക്കെ വന്നിട്ട് കളിക്കോപ്പ് വാങ്ങി ആ കുട്ടി പേരും ദേഷ്യമായിരിക്കും. കൊടുത്താലോ ഭയങ്കര ഇഷ്ടമായിരിക്കും. നരിയെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. ഇതാണ് അള്ളാഹു താലാൻ്റെ കാര്യത്തിന് വേണ്ടി ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ ഉണ്ടാവുക. ഇനി ദേഷ്യപ്പെടുകയാണെങ്കിൽ ഹറാമായ കാര്യം സംഭവിച്ചാൽ ദേഷ്യം ഉണ്ടാവും. ഈ കുട്ടിയെപ്പോലെ ഇഷ്ടമുള്ള മാതിരി ഈ നരിയെക്കുറിച്ച് പറഞ്ഞാൽ, ഈ നരിനെ ആക്രമിക്കാൻ ചെന്നാൽ ലാ യംലിക്കു മിൻ ശിദ്ദത്തി ഖളബിഹി, ദേഷ്യം കണ്ട് പിടിക്കുന്ന, എൻ്റെ അധികാരത്തിൽ എന്നെ ആക്രമിക്കാൻ വരെ ജീവൻ തന്നെ ബലിയർപ്പിക്കാൻ തയ്യാറാകും. ആ വിധത്തിൽ എത്ര വലിയ പോക്കിനെയാണെങ്കിലും ആക്രമത്തിൽ ഇടുകയും ചിലപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് വന്നേക്കാം. എന്നാലും നരി പിന്നോട്ട് പോകില്ല. കാരണം തൻ്റെ ആവാസ സ്ഥലത്തേക്ക് വന്നു എന്നുള്ളതാണ് ദേഷ്യം. എന്നതുപോലെ ഈ കുട്ടിയെപ്പോലെ അള്ളാഹിൻ്റെ മഹബത്തിനെ കാണുകയും ആ വിഷയത്തിൽ ഈ നരിയെപ്പോലെ ഹറാമായ കാര്യം ചെയ്യുമ്പോൾ ദേഷ്യം പിടിക്കുകയും ചെയ്യുന്ന സ്വഭാവം ആഖിറത്തിൽ അള്ളാഹുവിനോട് മഹബത്ത് ഉണ്ട് എന്നുള്ളതിനുള്ള പൂർണ്ണതയുടെ അടയാളമാണ്. അല്ലാത്തവർക്ക് ഉണ്ടാവില്ല, അതിനനുസരിച്ച് മഹബത്തിൽ കുറവുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹബത്ത് കൊണ്ട്
നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഫമൻ കാന ഹുബ്ബുഹു ഫിദ്ദുനിയ റജാഅഹു ലിനഈമിൽ ജന്ന വൽ ഹൂരിൻ വൽ ഖുസൂർ. ഈ സ്വർഗത്തിൽ കുറേ പ്രതിഫലമുണ്ട്, ഒരുപാട് പ്രതിഫലമുണ്ട്. ഹൂർലിങ്ങളുണ്ട്, നദികളുണ്ട്, പുഴകളുണ്ട്. സ്വർഗത്തിൽ ഒരുപാട് സുഖസൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ കിട്ടാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, തെറ്റില്ല. നമ്മളൊക്കെ സ്വർഗത്തിൽ സൗകര്യം കിട്ടുന്ന രീതിയിൽ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അവർക്ക് വേണ്ടിയുള്ളതാണ് സ്വർഗത്തിലെ ഈ സുഖസൗകര്യങ്ങൾ. കാരണം ദുനിയാവിൽ അതൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കാത്തത് കൊണ്ട് അവന് ഇഷ്ടം പോലെ പെണ്ണും കെട്ടി നടക്കാൻ പറ്റിയില്ല, വേണ്ടതുപോലെ സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റിയില്ല, കള്ളുടിച്ചിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ ആഖിറത്ത് സ്വർഗത്ത് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഇവിടെ സുഖിച്ചാൽ ആഖിറത്ത് സുഖിക്കാൻ കഴിയില്ല എന്നുകൊണ്ട് ഹറാമായ കാര്യങ്ങളൊന്നും ചെയ്യാതെ, ഇപ്പം അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുക. കല്യാണം വേണമെങ്കിൽ കഴിക്കുക, കല്യാണം കഴിക്കാതിരിക്കുക, വീണ്ടും കഴിക്കുക. കല്യാണം കഴിച്ചാൽ തന്നെ വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ സ്വീകരിച്ചിട്ട് ഇഷ്ടംപോലെ പെണ്ണും ഇഷ്ടംപോലെ കള്ളും കുടിച്ചിട്ട് ഇങ്ങനെ ആസ്വദിച്ച് സുഖിച്ചിട്ട് ജീവിക്കാം. മനുഷ്യന്മാർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ. പക്ഷെ നമ്മളെന്താ ചെയ്യാത്തത്? കുറേ ആളുകൾ ചെയ്യാത്തത്, പടച്ച റബ്ബിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് എന്ത് ചെയ്യണം? സ്വർഗത്തിൽ ഈ സൗകര്യമൊക്കെ കിട്ടുമല്ലോ, അവിടെ ഇഷ്ടംപോലെ പെണ്ണുണ്ട്, അവിടെ ഇഷ്ടംപോലെ കള്ളുണ്ട്, അവിടെ ഇഷ്ടംപോലെ പുഴകളുണ്ട്, നദികളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, സുഖ സൗകര്യങ്ങളുണ്ട്, എല്ലാമുണ്ട് എന്ന് കരുതി ഭാഗത്ത് ചെയ്യുന്നുണ്ട്. അവർക്ക് അല്ലാഹു തആല അതൊക്കെ സ്വർഗത്തിൽ കൊടുക്കും. അവൻ ആഗ്രഹിച്ചതൊക്കെ സ്വർഗത്തിൽ കൊടുക്കും. അവൻ്റെ കണ്ണിന് ഇഷ്ടപ്പെടുന്നതും കാതിന് ഇഷ്ടപ്പെടുന്നതും എല്ലാം അല്ലാഹു കൊടുക്കും. പക്ഷെ വേറെ ചില ആൾക്കാരുണ്ട്, അവർ അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവർ അള്ളാഹിന് ഇഷ്ടക്കാരാണ്, അള്ളാഹിന് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അവർ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആഖിറത്തിൻ്റെയും ദുനിയാവിൻ്റെയും ഉടമസ്ഥനായ അള്ളാഹുവിനെയാണ്. രാജാതിരാജനായ പടച്ചോനെ കാണണമെന്നാണ് അവരുടെ ഉദ്ദേശം. അള്ളാഹിൻ്റെ മഹബത്ത് കിട്ടണം. ആത്മാർത്ഥമായ സ്നേഹം, ആത്മാർത്ഥമായ ആഗ്രഹം. അവർക്ക് സ്വർഗത്ത് കിട്ടില്ല. എന്താ അറിയോ? അവർക്ക് സ്വർഗത്തിന് ഏറ്റവും സുഖം ഏതാണെന്ന് അറിയോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, സൂറത്തുൽ ഖമർ 55-ാമത്തെ വചനം, ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. സത്യമായ സ്ഥാനങ്ങളിലാണ്. ഇൻദ മലീകിൻ മുഖ്തദിർ, സർവശക്തനായ രാജാതിരാജനായ റബ്ബിൻ്റെ അടുക്കൽ അവൻ്റെ സാമീപ്യത്തിലുള്ള ഇരുത്തം. അതുതന്നെയാണ് ഏറ്റവും വലിയ സുഖം. അപ്പോൾ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ സ്വർഗത്തിൻ്റെ തോട്ടങ്ങളിലും സ്വർഗത്തിൻ്റെ സൗകര്യങ്ങളിലും ഹൂർലീങ്ങളോട് കൂടെ, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ കുറേ മക്കളെ കൂടെ തിന്നും ആസ്വദിച്ചും കഴിയുമ്പോൾ അവർക്ക് അബ്റാർ എന്ന് പറയാം. ഇന്നൽ അബ്റാർ ലഫീ നഈം. പുണ്യം ചെയ്ത ആൾക്കാർ വലിയ സുഖത്തിലാണ്. യുസ്ഖൂന മിൻ റഹീഖിൻ മഖ്തൂം. റഹീഖ് മഖ്തൂം എന്ന് പറയുന്ന കള്ള് അവർക്ക് കൊടുക്കും. ഖിതാമുഹു മിസ്ക്. മിസ്കിൻ്റെ വാസനയായിരിക്കും. വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. അതിനുവേണ്ടിയാവട്ടെ മത്സരിക്കുന്നവർ. ഒ മിസാജുഹു മിൻ തസ്നീം. ആ കള്ളിൽ തസ്നീം എന്ന് പറയുന്ന പാനീയം കലർത്തിയിട്ടുണ്ടാകും. പിന്നെ ഇന്നൽ അബ്റാർ യഷ്ഹദുഹുൽ മുഖറബൻ. പിന്നെ മുഖറബ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സുഖ സൗകര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അബ്റാറുകൾ. ഇനി മുഖറബുകളാണ് അള്ളാഹിൻ്റെ അടുപ്പക്കാർ എന്ന് പറയുന്നത്. അവർ ദുനിയാവിൻ്റെ സ്വർഗത്തിൻ്റെ സുഖത്തേക്കാളൊക്കെ കാണുന്നത്, സ്വർഗത്തിലെ സുഖം എന്ന് പറഞ്ഞാൽ പള്ളൻ്റെ സുഖവും ഗുഹ്യത്തിൻ്റെ സുഖമാണ്, തൊള്ളൻ്റെ സുഖമാണ്. അതിനേക്കാൾ മുന്തിയതായിട്ട് കാണുന്നത് എന്താണെന്നറിയോ? പടച്ചോൻ്റെ അടുത്തൊരു സ്ഥാനം, ഇരിക്കാനൊരു പദവി. ഫീ മഖ്അദി സിദ്ഖിൻ, സത്യമായ ഇരിപ്പിടം. ഇൻദ മലീകിൻ മുഖ്തദിർ, രാജാതിരാജനായ പടച്ച റബ്ബിൻ്റെ അടുക്കൽ. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം. നിങ്ങൾക്ക് സുഖസൗകര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും പ്രധാനമന്ത്രിൻ്റെ അടുത്ത ആളാണ്, അങ്ങോട്ട് എപ്പോഴും കയറി ചെല്ലാൻ പറ്റും എന്ന് അറിയുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ. ഒരാളെക്കുറിച്ചൊരു പദവി, അയാൾ മന്ത്രിൻ്റെ ആളാണ്, മന്ത്രി അയാളെ വീട്ടിൽ വരലുണ്ട്, മന്ത്രീൻ്റെ വീട്ടിൽ അയാൾ പോക്കുണ്ട്, മന്ത്രി അയാളെ വണ്ടിയിൽ യാത്ര ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അതാണ് വലിയ സുഖം. കുറേ തിന്നലും കുടിക്കലൊന്നല്ല, മന്ത്രിൻ്റെ രാജാവിൻ്റെ ആളായിട്ട് ഇങ്ങനെ നടക്കുക. അത് ഏതൊരു മനുഷ്യനെ ആഗ്രഹിക്കുന്നതാണ്.
എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഞാൻ അയാളാളാണ്. ആൾക്കാരിങ്ങനെ പറയും ചെയ്യും, ഓ മൂപ്പര അയാളാളാണ്, മന്ത്രിൻ്റെ ആളാണ്, രാജാവിൻ്റെ ആളാണ്, അയാൾ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. രാജാവിൻ്റെ എന്താ പദവി? രാജാവിൻ്റെയൊക്കെ പ്രൈവറ്റ് സെക്രട്ടറിൻ്റെ. അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലിരിക്കലാണ് ഒരു സത്യവിശ്വാസി ആഗ്രഹിക്കുന്നതിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഇതാണ് അള്ളാഹുവിനോടുള്ള മഹബത്ത് വെക്കുന്ന ആളുകൾക്ക് മഹബത്ത് ഉണ്ട് എന്നതിനുള്ള തെളിവ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടക്കാരിലും അവൻ്റെ പ്രിയക്കാരിലും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളെ പാപങ്ങളും ദോഷങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, നിൻ്റെ മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നിൻ്റെ സ്വാലിഹീങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. നിൻ്റെ ഇഷ്ടക്കാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. നിൻ്റെ മഹബത്ത് എന്നത് ഈ ഭൂമിയിൽ ലഭിക്കുന്ന സത്യവിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വിലപ്പെട്ട വസ്തുവാണ്. അള്ളാഹുവേ, അത് നീ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അത് നീ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അള്ളാഹു. ഞങ്ങളെ മാതാപിതാക്കൾക്ക് ഉസ്താദുമാർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. അള്ളാഹുവെ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സ്വഭാവം നന്നാക്കണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിനും മക്കളിലും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ റബ്ബേ. അവരെ ഞങ്ങളെ നിനക്ക് നന്ദി ചെയ്യുന്നവരെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസീകും ബിദ്ദുആ.